കർത്താവിൻ്റെ തന്നെ ഒരു നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ഈ അവസരത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ അവസരം വളരെ വലിയൊരിതായി ഞാൻ കരുതുന്നു. ഞാൻ വളരെ ഗൗരവമേറിയ ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇരിക്കുന്നത്. ശാന്തമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ പരമാവധി എന്നോടൊപ്പം വരണം. ദൈവവചനത്തിൻ്റെ ധ്യാനത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരു നല്ല പഠിക്കാനുള്ളൊരു മൈൻഡോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. റോമലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രിയ പിതാവേ, ഈ വചനത്തിന് നന്ദി. കർത്താവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. വലിയ ദൈവിക ഇടപെടലുകൾ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ ചെയ്യണം. കർത്താവ് സഹായിക്കണം. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുവെഴുത്തുകൾ തിരിച്ചറിയണം. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. റോമാലേഖനം 4 അതിപ്രധാന വിഷയങ്ങളാൽ സമ്പുഷ്ടമാണ്. അതിലെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നീതീകരണമാണ്. രണ്ടാമത്തെ വിഷയം ഏകീകരണമാണ്. മൂന്നാമത്തെ വിഷയം വിശുദ്ധീകരണമാണ്. നാലാമത്തെ വിഷയം തേജസ്കരണമാണ്. ഒന്നുകൂടെ എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞേ. നീതീകരണം, ഏകീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നീതീകരണവും, 6-ാം അധ്യായം ഏകീകരണവും, 7-ാം അധ്യായം വിശുദ്ധീകരണവും, 8-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ തേജസ്കരണവുമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഓർഡർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാണ്. നീതീകരിക്കപ്പെട്ടവന് ഏകീകരണവും, ഏകീകരിക്കപ്പെട്ടവന് വിശുദ്ധീകരണവും, വിശുദ്ധീകരിക്കപ്പെട്ടവന് തേജസ്കരണവും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. നിങ്ങൾ ഈ സിസ്റ്റമാറ്റിക് തിയോളജി, ക്രമീകൃത ദൈവശാസ്ത്രം, ഈ ക്രമീകൃത ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഇങ്ങനൊരു ക്രമമുണ്ട്. തുടങ്ങുന്നത് ബിബ്ലിയോളജിയിലാണ്. വേദപുസ്തക ശാസ്ത്രം, ബിബ്ലിയോളജി. ബൈബിളിൽ നിന്നാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അതുകൊണ്ടാണ് ബിബ്ലിയോളജിയിൽ തുടങ്ങുന്നത്. അപ്പം ബിബ്ലിയോളജി, അടുത്തത് തിയോളജി പ്രോപ്പർ. ബൈബിളിൽ നിന്ന് ദൈവത്തെ അറിയുന്നു. ദൈവത്തിൽ നിന്നാണ് ക്രിസ്തുവിനെ അറിയുന്നത്. അതാണ് ക്രിസ്റ്റോളജി. മൂന്നാമത്തെ പാർട്ട് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്തുവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ അറിയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമറ്റോളജി. പിന്നീട് ദൂതന്മാരെ കുറിച്ച് നമ്മൾ അറിയുകയാണ്. അതാണ് ഏഞ്ചലോളജി. ദൂതന്മാർ കഴിഞ്ഞാണ് മനുഷ്യൻ, ആന്ത്രോപോളജി. മനുഷ്യനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോഴാണ് മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് അറിയുന്നത്. അതാണ് ഹമാർഷിയോളജി. ഈ പാപം ചെയ്തവന് വേണ്ടിയാണ് രക്ഷ ഒരുക്കപ്പെടുന്നത്. അതാണ് സോറ്റീരിയോളജി. രക്ഷിക്കപ്പെട്ടവന് വേണ്ടിയാണ് സഭ. അതാണ് എസ്കറ്റോളജി. അതാണ് എക്ലീഷിയോളജി, സഭാശാസ്ത്രം. സഭയിൽ വന്നവന് വേണ്ടിയാണ് നിത്യത. അതാണ് നിത്യതയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നാം പാദമൂന്നി നിൽക്കുന്ന ഈ മണ്ണിനെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ക്രമീകൃതമായ പഠനമാണ് എസ്കറ്റോളജി. ഇത് അതിൻ്റെ ഓർഡർ. അതുപോലെ റോമാലേഖനത്തിൻ്റെ ഓർഡറാണ് ഇത്. നീതീകരണം, ഏകീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അവിടെ നീതീകരിക്കപ്പെട്ടവൻ ഏകീകരിക്കപ്പെടണം. ഏകീകരണം എന്ന് പറയുന്നത് അത് സ്നാനമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. അപ്പൊ അവന്റെ മരണത്തോടുള്ള ഏകീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് സ്നാനമാണ്. നീതീകരിക്കപ്പെട്ടവൻ ഏകീകരണം, ഏകീകരിക്കപ്പെട്ടവന് പിന്നെ അടുത്ത ലെവൽ വിശുദ്ധീകരണമാണ്. വാസ്തവത്തിൽ ഈ നീതീകരണം എന്ന് പറയുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കും. നീതീകരണം, ഏകീകരണവും ഒരു ദിവസം കൊണ്ട് നടക്കുന്നത്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. ഒരിക്കൽ ആരംഭിച്ചാൽ മരിക്കണം.
ഞാനത് വെറുതെ പറഞ്ഞതല്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വാക്ക് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്നത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിന്റെ അന്തം നോക്കിക്കേ, അതിന്റെ അന്തം, ഇറ്റ്സ് എൻഡ്, അതിന്റെ അന്തം നിത്യജീവൻ. അവിടെ നിത്യജീവൻ എന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ പറയുന്നല്ലോ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറയുന്ന ആ നിത്യജീവൻ അല്ല അവിടെ പറയുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ലെവലുണ്ടല്ലോ, ആ നിത്യതയുമായി ബന്ധപ്പെട്ട ശരിക്കും അവിടെ മരണമെന്ന ആശയമാണ് അവിടെ വരേണ്ടുന്നത്. അതായത് ഈ നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ആ അവസ്ഥയാണ് അവിടെ വരേണ്ടത്. അപ്പം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ഒരു ദിവസം കൊണ്ട് സംഭവിക്കും. ദൈവത്തിൻ്റെ ദാസന്മാരായി അതിൻ്റെ ഫലമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണം ഒരു വലിയ പ്രോസസ്സാണ്. ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു പതിറ്റാണ്ട് കൊണ്ടോ ആർക്കും വിശുദ്ധനാകാൻ കഴിയത്തില്ല. നമ്മൾ ആ വഴിയിലാണ്, വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലാണ്. ഞാനതിനൊരു നല്ല എക്സാമ്പിൾ പറയാം. ഒരു നദിയുടെ ഉറവിടത്തിൽ നിന്നൊരു കല്ലൊഴുകി തുടങ്ങിയാൽ അത് ഒഴുകി ഒരുപാട് കാലങ്ങൾ ഒഴുകി കഴിയുമ്പോഴാണ് അത് വളരെ മിനുസമുള്ള ഒരു സംഗതിയായി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ആരും ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പെർഫെക്റ്റ് ആകുന്നില്ല. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായോ ഒന്നും അല്ല, ലഭിക്കാമോ എന്ന് വെച്ച് പിടിക്കാമോ എന്ന് വെച്ച് ഓടുക. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു പോക്ക്. കാരണം നമ്മൾ വളർന്ന് എവിടെ വരെ എത്തേണ്ടവരാണ്? വളർന്ന് ക്രിസ്തു എന്ന തലയോളം എത്തേണ്ടവരാണ്. നമ്മുടെ ആ ലക്ഷ്യം, ആ വളർച്ചയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ലൈഫിൽ എന്തെല്ലാം ചെയ്യാമോ അത് ചെയ്ത് നമ്മൾ ആ ലെവലിലേക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും 50-ാമത്തെ വയസ്സിലോ 45-ാമത്തെ വയസ്സിലോ 30-ാമത്തെ വയസ്സിലോ ഒന്നും ആരും പെർഫെക്റ്റ് ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അവരവർ തന്നെ അവരവരെ പ്രവാചക എന്ന് വിളിക്കുകയാണ്, അവരവർ തന്നെ അവരവരെ അപ്പോസ്റ്റൽ എന്ന് വിളിക്കുകയാണ്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആരാണ്? അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആരാണ് ഒരാളെ അപ്പോസ്തലൻ എന്ന് വിളിക്കേണ്ടത്? ആരാണ് ഒരാൾക്ക് അപ്പോസ്റ്റൽഷിപ്പ് കൊടുക്കുന്നത്? ബൈബിളിൽ അപ്പോസ്തലന്റെ ലക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിലൊന്നുമല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒരു വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം റോമാലേഖനം വളരെ സവിശേഷമാണ്. എന്നോടൊപ്പം വരണേ പരമാവധി, വളരെ സവിശേഷമാണ്. ഇനി നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വന്നാലേ, 8-ാം അധ്യായം അതിൻ്റെ ഒരു തലക്കെട്ട് കൊടുത്ത് നമ്മൾ പഠിച്ചാൽ തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്. ഇനിയും നമ്മൾ ആ അധ്യായത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 1-ാമത്തെ വിഷയം ശിക്ഷാവധിയില്ല എന്നുള്ളതാണ്. ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച് വേർപിരിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുക. ഇതാണ് റോമാലേഖനം 8-ാം അധ്യായം. സ്തോത്രം. 8-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് വേർപിരിയുകയില്ല. അതാണ് അതിന്റെ അവസാനം. അപ്പൊ ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച്, ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച്, തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച്, വേർപിരിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുക. സ്തോത്രം. അതില് 37-ാമത്തെ വാക്യത്തില് നമ്മുടെ ശ്രദ്ധ, നിങ്ങളുടെ വാക്യം ശ്രദ്ധിച്ചേ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. സത്യത്തിൽ ഈ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്?
പറഞ്ഞു. ഈ വാക്യത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്താ? നിങ്ങൾക്ക് എന്നാ തോന്നി? ഞാൻ പറയാം. പൂർണ്ണ ജയം എന്നുള്ളതാണ്. പൂർണ്ണ ജയം. ഒന്നിച്ചൊന്ന് പറഞ്ഞു. പൂർണ്ണ ജയം. ഈ മലയാളത്തിൽ നിന്ന് വിവിധ ഭാഷാന്തരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ പൂർണ്ണ ജയം എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് നോർമലി ഈ KJV-യിൽ പോലും നമ്മൾ ആ വാക്ക് വായിക്കുമ്പോൾ ആ പൂർണ്ണ ജയം എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് വി ആർ മോർ ദാൻ കോൺഗ്രസ്. വാസ്തവത്തിൽ ഈ കോൺകറർ എന്ന് പറയുമ്പം വിജയി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആക്രമിച്ചു കീഴടക്കുന്നയാൾ, അല്ലെങ്കിൽ ജേതാവ്. പക്ഷെ ഇവിടെ പറയുന്നത് വി ആർ മോർ ദാൻ. അപ്പൊ ഇതിലൊക്കെ പൂർണ്ണ ജയം എന്ന് പറഞ്ഞതങ്ങ് വിടുകയല്ല. വാസ്തവത്തിൽ ആ വാക്കിന്റെ അർത്ഥം അനുസരിച്ച് നമ്മൾ ജയിക്കുന്നവരെക്കാൾ കൂടുതലാ. എന്നോടൊപ്പമുണ്ടോ? ജയിക്കുന്നു എന്നല്ല, പിന്നെ ജയിക്കുന്നവരെക്കാൾ അപ്പുറത്താ. മോർ ദാൻ, ജയിക്കുന്നവരെക്കാൾ കൂടുതലാ. സ്തോത്രം. അത് ഞാൻ പഠനവിധേയമാക്കിയപ്പോ അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹുപ്പർ നിക്കാവോ എന്നാണ്. ഹുപ്പർ നിക്കാവോ. സ്തോത്രം. ആർക്കെങ്കിലും സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാൻ ആ ഗ്രീക്ക് വേർഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം. ഹുപ്പർ നിക്കാവോ. ഹുപ്പർ നിക്കാവോ എന്ന് പറയുമ്പം വിശാലമായ ഒരു, നിങ്ങൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. HUPERNIKAO. ഹൂപ്പർ നിക്കാവോ. ഒന്നുകൂടെ പറയാം. HUPERNIKAO. ഹൂപ്പർ നിക്കാവോ. ഈ ഹൂപ്പർ നിക്കാവോ എന്ന് പറയുമ്പം അതിന് രണ്ട് പദങ്ങളുടെ ഒരു സംഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ പദം ഹൂപ്പർ എന്നുള്ളതാണ്. ഹൂപ്പർ. ഹൂപ്പർ എന്ന് പറയുമ്പോൾ അതിനപ്പുറം അല്ലെങ്കിൽ മുകളിൽ എന്നാണ്. നിക്കാവോ എന്ന് പറയുമ്പോൾ കീഴടക്കുക, ജയിക്കുക, വിജയിക്കുക. അപ്പൊ ഹൂപ്പർ ആൻഡ് നിക്കാവോ, ഈ രണ്ടു പദങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദം. ശരിക്കും അതിൻ്റെ ഒരു കോമൺ മീനിങ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നതിനും അപ്പുറത്താണ്. എന്നോട് പോണ്ടെങ്കിൽ ഒരാമ്യം പറ. ഞാൻ നിങ്ങളോട് പറയാം, ബൈബിളിൽ ഒത്തിരി ഇടത്ത് ഈ വിജയം, ജയം എന്ന് പറയുന്ന വാക്കുണ്ട്. അവിടെ എല്ലായിടത്തും നിക്കാവോ ആണ്. നിക്കാവോ. പക്ഷേ ഒരിടത്ത് മാത്രമേ ഈ ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്ന ആ ഒരു പദം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് റോമലേഖനം 8:37 വാക്യത്തിൽ മാത്രമാണ്. സ്തോത്രം. ബാക്കി എല്ലായിടത്തും നിക്കാവോ ആണ്. വിജയിക്കുക. നമ്മൾ പുറകാലെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. വിജയിക്കുക. ഇവിടെ മാത്രം പറയുന്നു ഹൂപ്പർ നിക്കാവോ. വിജയിക്കുന്നവർക്കും അപ്പുറം, അല്ലെങ്കിൽ വിജയത്തിന് മുകളിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ സാധാരണ വിജയത്തെക്കാൾ കൂടുതലായ ഒരു വിജയം. അതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം സമൃദ്ധമായ ഒരു വിജയം. ആമേൻ. അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു വിജയം. നിങ്ങളുടെ വാക്കുകൾ പരമാവധി ചിന്തിച്ച് എന്നോടൊപ്പം വരണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം. ഹല്ലേലൂയ. ഈ പൂർണ്ണ ജയം എന്ന് പറയുന്ന ഈ കാര്യം ഇതൊരു അഹങ്കാരത്തിന്റെ ഭാഷയല്ല. ഇത്
ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ഇത് ഈ മരണത്തെ കീഴടക്കിയ ക്രിസ്തുവിൻ്റെ സ്നേഹനിമിത്തം സകലത്തെയും നാം ജയിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ ഭാഷയാണ്. ഹുപ്പർ നിക്കാവോ. സ്തോത്രം. ഇത് സംബന്ധമായി വേദപണ്ഡിതന്മാര് പലരും പല കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിൻസെന്റ് എന്ന് പറയുന്ന കമന്റേറ്റർ, അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരു വിജയം എന്നതിനേക്കാൾ ഉപരിയായ വിജയം എന്നുള്ളതാണ്. അതുപോലെ മേയറിന്റെ കമന്ററി ഉണ്ട്. നിങ്ങളങ്ങനെ വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ മേയേഴ്സ് കമന്ററിയെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ കമന്ററിക്കകത്ത് അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയാലുള്ള വിജയത്തിന്റെ ഒരു വിശുദ്ധ ഭാവം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതില് W.B.J. മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്, വെറുപ്പിനൊരു മനുഷ്യനിൽ ഉഗ്രമായ ഊർജത്തെ നിറച്ച് അയാളെ ഒരു ജേതാവാക്കി മാറ്റാനായിട്ട് കഴിയും. എന്നാൽ സ്നേഹത്തിന് മാത്രമേ അവനെ ജയിക്കുന്നവനേക്കാൾ അധികമാക്കി മാറ്റാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയാണ് വിജയിക്കുന്നവരായി മാറുക. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാം. ആത്യന്തികമായി ജയിക്കുന്നവനോട് മാത്രമാണ് ദൈവം ഇടപെടുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവം ഇടപെടുന്നത് ആരോടാണ്? ജയിക്കുന്നവനോടാണ്. എൻ്റെ പ്രിയരെ, എൻ്റെ ഒരു സ്വപ്നം പറയാം. ദൈവവചനത്തിൻ്റെ കണിശതയ്ക്കകത്ത് അതിനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നവീന പ്രഭാഷണ ശൈലികളോടോ പ്രഭാഷണങ്ങളോടോ പൊരുത്തപ്പെടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഞാൻ ആ പറയുന്നതിൻ്റെ കൃത്യമായ കാരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെച്ച് പറയാം. ഹല്ലേലൂയ. ഞാൻ പറയത്തില്ലേ, അതൊരു വെളിപ്പാടാ എന്നൊക്കെ പറയത്തില്ലേ, ഈ റെവലേഷൻ പോലും ബിബ്ലിക്കൽ ബേസ്ഡ് ആയിരിക്കണം. നമ്മൾ പറയുന്ന റെവലേഷൻ ബിബ്ലിക്കൽ ബേസ്ഡ് ആയിരിക്കണം. നമ്മുടെ ടെർമിനോളജികൾ ഉണ്ടല്ലോ, ബിബ്ലിക്കൽ ബേസ്ഡ് ആയിരിക്കണം. ഈ ബിബ്ലിക്കൽ ബേസ്ഡ് അല്ലാത്ത ടെർമിനോളജികൾ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പണങ്ങൂ. ഈ അടുത്ത സമയത്തൊക്കെ ബ്ലൂ ഏഞ്ചല്, സിൽവർ ഏഞ്ചല്, ഗോൾഡൻ ഏഞ്ചല് കേട്ടായിരുന്നു? ഞാൻ 66 പുസ്തകം തുറന്നു വെച്ച് തരാം. ബ്ലൂ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചലിനെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണിച്ചു തരാമോ? പറ. ഇല്ല. അപ്പൊ പിന്നെ എവിടുന്നാ വന്നേ? ഈ ടെർമിനോളജി എവിടുന്നാ വന്നേ? ഈ ഏഞ്ചലിനെ ആരാ കണ്ടേ? നമുക്കിത് കേൾക്കുമ്പം ഫൈനാൻസിനെ കൊണ്ടുവരുന്ന ഏഞ്ചൽ, ഓ വെരി ഗുഡ്, പറട്ടെ. ഇടുന്ന ആരാ കണ്ടേ? ആരാ പറഞ്ഞേ ഇങ്ങനെ ഒരു ഏഞ്ചൽ ഉണ്ടെന്ന്? ബ്ലൂ ഏഞ്ചല് ആരാ പറഞ്ഞേ? നിങ്ങൾ ഏതെങ്കിലും ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ കണ്ടോ? പോട്ടെ, ദൈവശാസ്ത്രം പോട്ടെ, നിങ്ങൾ ഈ ബൈബിളിനകത്ത് കണ്ടോ ബ്ലൂ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ? നിങ്ങൾ കണ്ടോ സിൽവർ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചലിനെ കണ്ടോ? അപ്പം നമ്മൾ പറയുന്ന ടെർമിനോളജികളിൽ പോലും ദൈവവചനവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകണം. ദ പാഷൻ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്ന ആരെങ്കിലും? ദ പാഷൻ ട്രാൻസ്ലേഷൻ ഇല്ല. ദ പാഷൻ ട്രാൻസ്ലേഷൻ അതിൻ്റെ ഒരു ഫുൾ ബൈബിൾ ഇല്ല, അതിൻ്റെ പല പോർഷൻസാണ് ഉള്ളത്. ദ പാഷൻ ട്രാൻസ്ലേഷനിൽ ഇത് സംബന്ധമായിട്ടൊരു വേർഡുണ്ട്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറയാം. ദ പാഷൻ ട്രാൻസ്ലേഷനിൽ അതിൽ ഈ 1 തിമോത്തിയോസിന്റെ ലേഖനം നിങ്ങൾ എടുക്കണ്ട. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പാഷൻ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഡിവോട്ടിങ് themselves to spirit of deception
and following demon inspired revelations and theories. എന്തോ? demon inspired revelations and theories. ഇത് ചർച്ചിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏത്? demon inspired revelations and practice. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചർച്ചിനോട് പറയാം, സ്തോത്രം, എന്തും വെളിപ്പാടായിട്ട് റിസീവ് ചെയ്യരുത്. വെളിപ്പാട് ബൈബിളിന്റെ ബേസിലായിരിക്കണം. നിങ്ങൾക്കറിയാമോ, 66ന്റെ കൂടെ ഒന്നുകൂടി 67 ആകാഞ്ഞതും 66ൽ നിന്നൊന്നു കുറഞ്ഞ് ഇത് 65 ആകാഞ്ഞതും ഈ പുസ്തകത്തിന്റെ കാനൂനിക സ്വഭാവം കൊണ്ടാണ്. കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം മെഷറിംഗ് റോഡ് എന്നാണ്, അളവുകോൽ. സഭാപിതാക്കന്മാർ ഇതിനെ അളന്ന് തിട്ടപ്പെടുത്തി ഇത് ദൈവശ്വാസീയമാണെന്ന് ഉറപ്പാക്കി. അതല്ലേ നമ്മൾ എല്ലാ തിരുവെഴുത്തും, അതാണ് ഗോഡ് ബ്രെത്തഡ്. അപ്പൊ ഇത് ദൈവശ്വാസീയമാണെന്ന് ഉറപ്പാക്കിയ അനന്തരമാണ് ഈ പുസ്തകങ്ങൾ, ഈ 66 എണ്ണം കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് അപ്പോക്രിഫ നമ്മൾ അംഗീകരിക്കാഞ്ഞത്? കാത്തലിക് ബൈബിളിലുള്ള അപ്പോക്രിഫ ദൈവശ്വാസിയമല്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഉള്ളടക്കം തിരുവെഴുത്തായി പരിഗണിക്കത്തക്ക വിധത്തിലുള്ള സ്വഭാവം അതിനില്ലാത്തത് കൊണ്ടാണ് അപ്പോക്രിഫയെ നമ്മൾ അംഗീകരിക്കാഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് അളവുകോലാണ്. പ്രസംഗത്തിൻ്റെ, വെളിപ്പാടുകളുടെ, ശുശ്രൂഷയുടെ കൃത്യമായ ഒരളവുകോൽ. ഇതിനപ്പുറത്തുള്ളതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനപ്പുറത്ത് ഈ പുസ്തകം സപ്പോർട്ട് ചെയ്യാത്തതെല്ലാം, അത് ടെർമിനോളജി ആകട്ടെ എന്തുവാകട്ടെ, ഇതിനപ്പുറത്ത് ഉള്ളതെല്ലാം ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻസ് ആൻഡ് തിയറീസ് ആണ്. സ്തോത്രം. ആ മോഡിൽ വേറെ ഒന്നിലും നമ്മൾ ഈ വേർഡ് കാണുന്നില്ല. നിങ്ങളത് 1 തിമോത്തിയോസ് 4:1 നമ്മുടെ നോർമൽ പരിഭാഷയിൽ ശ്രദ്ധിച്ചാൽ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ആശ്രയിച്ച് എന്നാ പറയുന്നത്, ബോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. വെരി ഗുഡ്, ആ ട്രാൻസ്ലേഷൻ ഇട്ടതിന് നന്ദി, സ്തോത്രം. ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് സഭകളോട് പറയുന്നു. അപ്പൊ വിശ്വാസം ത്യജിക്കത്തക്ക വിധത്തിൽ കൃത്യമായി ഭോഷ്ക് സഭകളിൽ ഇറക്കുന്ന ഒരു വ്യാപാരമുണ്ട്. അതാണ് നമ്മളിവിടെ വായിക്കുന്ന ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻസ് ആൻഡ് തിയറീസ്. ആ റെവലേഷന്റെ പിന്നിൽ ഡീമണാണ്. ഒരാമയും പറഞ്ഞു പിണങ്ങൂ, നീ വിളിക്കണേ വല്ലപ്പോഴും. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആരോപണം പറയുമല്ല. ഈ ചിലരൊക്കെ ഇങ്ങനെ അടച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഞാൻ അങ്ങനെ പറയുമല്ല, അങ്ങനെ പറയുമല്ല. ഇത് കൃത്യമായിട്ട് ഇത് വചനം മനസ്സിലാക്കിയിട്ട് പറയുവാണ്. ഹല്ലേലൂയ. ഒരശുദ്ധനിലും വ്യാപരിക്കുന്ന അഭിഷേകമല്ല പരിശുദ്ധാത്മാവ്. നമ്മൾ പറയുന്നു വിളിയേം തെരഞ്ഞെടുപ്പിനെയും കുറിച്ച്, കൃപാവരങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് അനുദപിക്കുന്നില്ല. അത് കൃപാവരങ്ങളെ കുറിച്ചല്ല, ശുശ്രൂഷയെ കുറിച്ചല്ല. റോമാലേഖനം 11 അധ്യായത്തിലാണ് വിഷയം കിടക്കുന്നത്. നിങ്ങൾ റോമാലേഖനം 11 അധ്യായം ശ്രദ്ധിക്ക്. അത് ഇസ്രയേലിന്റെ യഥാസ്ഥാപനമാണ്, അല്ലാതെ ശുശ്രൂഷ ഏൽപ്പിച്ചവന്റെ ശുശ്രൂഷയല്ല. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ പ്രഥമ ദൃഷ്ടിയ റോമാലേഖനം 11 അധ്യായത്തിന്റെ ഡീപ് സ്റ്റഡി ഒന്നും വേണ്ട. നിങ്ങൾ പ്രഥമ ദൃഷ്ടിയ 28, 29 കൂടെ കണക്ട് ചെയ്തിട്ട് പറ.
ഇത് ശുശ്രൂഷകനെ കുറിച്ച് പറയുന്നതാണ്? പറ. 29-ാമത്തെ വാക്യം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് തോന്നും ഇത് ശുശ്രൂഷകനെ കുറിച്ച് പറയുന്നത്. കാരണം നമ്മൾ കേട്ടത് മൊത്തം അങ്ങനെ. പക്ഷെ 28-ാമത്തെ വാക്യം കണക്ട് ചെയ്യുമ്പോ 28 സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അടുത്തത് ദൈവം തന്റെ കൃപാവരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ആ കണക്ഷനിൽ നിങ്ങൾ പറ, കൃപാവരങ്ങളെ കുറിച്ചും വിളിയെ കുറിച്ചും ദൈവം അനുദപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെ കുറിച്ച് പറയുന്നതാ? ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാ. നിങ്ങൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, ആഗമനമായ ദൈവിക പദ്ധതി മനസ്സിലാക്കണം. ഇസ്രായേലിനെ കുറിച്ചുള്ള ആഗമനമായ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അവരിപ്പോ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ഇവിടെ ഈ വേഴ്സ് വ്യൂവിന്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ അവരുടെ അകത്ത് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഇട്ടേക്കുക, അഭക്തിയുടെ സോഫ്റ്റ്വെയർ. അങ്ങനെ റോമലേഖനം 11-ാം 24-ാമത്തെ വാക്യത്തിലെന്ന് തോന്നുന്നു, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. വെയിറ്റ്. ഇപ്പൊ അവരിൽ എന്താ ഇട്ടേക്കുന്നത്? അഭക്തി. എന്തിനാ ഇപ്പൊ അവരിൽ അഭക്തി ഇട്ടിരിക്കുന്നത്? അവരുടെ ഭ്രംശം നമ്മുടെ നിരപ്പിന് കാരണമായെങ്കിൽ, അവരിൽ ഈ അഭക്തി ഉണ്ടെങ്കിലേ അവര് ഭ്രംശിക്കപ്പെടത്തുള്ളൂ. ഈ ഭ്രംശനം എന്ന് പറയുന്നത് സംശയം എന്നാ. അവരുടെ ഭ്രംശം, അവരുടെ സംശയം നമ്മുടെ നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം, റോമലേഖനം 11-ാം വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവര് ഭ്രംശിക്കപ്പെട്ടത് കൊണ്ട് ലോകത്തിന് എന്നാ കിട്ടി? നിരപ്പ് കിട്ടി. ഇനി അവരെ അംഗീകരിച്ചാലോ മരിച്ചവരുടെ ഉയർപ്പ് സംഭവിക്കും. അപ്പൊ അവര് ഭ്രംശിക്കപ്പെട്ടതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിളിയെക്കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ല. ഇനി അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും, ഉറപ്പാ. അതുകൊണ്ടല്ലേ നമ്മൾ വയ്ക്കുന്നത്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോവിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുമെന്ന് പറയുന്ന പോലെ പറയുന്നേ, ഞാൻ അവനിൽ നിന്ന് അഭക്തിയെ മാറ്റും. അതുകൊണ്ട് അവന്റെ സംശയത്തെ കുറിച്ച് ദൈവത്തിന്, അവന്റെ മടങ്ങിവരവിനെ കുറിച്ച് ദൈവത്തിന് അനുതാപവും ഇല്ല. ഇതാ പറയുന്നത്, വിളിയെക്കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ പോരാമയും പറഞ്ഞേ, മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച ഞാൻ എന്തെങ്കിലും കണ്ട് ആർത്തി മൂത്ത് അതിന്റെ മുന്നിൽ ചെന്ന് മൂക്കും കുത്തി വീണിട്ട് സ്തോത്രം വിളിയെക്കുറിച്ച് അനുദപിക്കാത്തത് കൊണ്ട് ശുശ്രൂഷ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കുന്നതല്ല. ആമേൻ. എന്നോടൊപ്പം ഉണ്ടോ? ദൈവം എപ്പോഴും ജയിക്കുന്നവരുമായിട്ടാണ് ഇടപെടുന്നത്. എന്നോടൊപ്പം വരണം. ആരോടോ ദൈവം ഇടപെടുന്നത്? ഉച്ചത്തിൽ പറ. ജയിക്കുന്നവനുമായിട്ടാ. ഞാൻ പറയാം, പാപം ചെയ്യുന്നവനോടല്ല ദൈവം ഇടപെടുന്നത്. വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നിങ്ങളുടെ ബൈബിൾ ഉണ്ടോ? ഉണ്ട്. എന്തുവാ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നമ്മൾ ഓർക്കും രക്ഷിക്കപ്പെടുകയേ ചെയ്യാത്തവനാ പിശാചിന്റെ മകനെന്ന്. പാപം ചെയ്യുന്നവൻ അതിനകത്തൊരു ഒരു ചെറിയ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ഒരിക്കൽ പാപം ചെയ്യുന്നത് കൊണ്ട് ആരും പിശാചിൻ്റെതൊന്നും ആവത്തില്ല. അത് ശരിക്കും നന്നായിട്ട് എഴുതിയിരിക്കുന്ന വേറെ ചില പരിഭാഷകളുണ്ട്. എനിവൺ ഹു കീപ്സ് ഓൺ സിന്നിങ് ബിലോങ്സ് ടു ദ ഡെവിൾ. അപ്പൊ നമ്മൾ പറയുന്നു, എടാ ചെയ്താലും കുഴപ്പമില്ല, ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു തിയോളജിയൊക്കെ നമ്മുടെ ഇടയിൽ കിടപ്പില്ല. എന്നാ ചെയ്താൽ എന്നാ സംഗതി, ഏറ്റു പറഞ്ഞ കുഞ്ഞെ അങ്ങനല്ല. നീ പുസ്തകം വായിക്കാത്തോണ്ടാ. ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കും, ഉറപ്പാ. പക്ഷെ പോയി ചെയ്യുക, പിന്നെയും വരിക, പോയി ചെയ്യുക, പിന്നെയും വന്ന് ഏറ്റു പറയുക, പോയി ചെയ്യുക. ഇങ്ങനൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ആമേൻ.
1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഹല്ലേലൂയ. അത് KJV എഴുതിയിരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് എഴുതിയിരിക്കുന്ന വേറെ പരിഭാഷകളുണ്ട്. വേറെ പരിഭാഷ പറയുന്ന whoever continues to sin belongs to the devil. പാപത്തിൽ തുടരുന്നവൻ പിശാചിന്റെ മകനാണ്. എനിക്ക് പാപത്തിൽ തുടർന്നിട്ട് പ്രസംഗിക്കാൻ പറ്റും കേട്ടോ, പക്ഷെ പിശാചിന്റെ ആളായിട്ട് നിന്നാ പ്രസംഗിക്കുന്നത്. എനിക്ക് പാപത്തിൽ തുടർന്നിട്ട് അന്തസ്സായിട്ട് പാടാൻ പറ്റും, പിശാചിന്റെ ആളായിട്ട് നിന്നാ പാടുന്നത്. സോദരം, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. പാപം ചെയ്തിട്ട് ഇവൻ നിന്ന് പാടുക, ദൈവസ്നേഹം വർണ്ണിക്കാൻ വാക്ക് പോരാ. പിശാചിന്റെ ആളാണ് ആള്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. സ്തോത്രം. പാപത്തിൽ തുടരുന്നവൻ, പാപത്തിൽ തുടരുന്നവൻ, അതാ ഞാൻ പറഞ്ഞത്. whoever continues to sin belongs to the devil. പാപത്തിൽ തുടരുന്നവൻ, ഒരു ഓപ്ഷനും ഇല്ല. ഇതിന് തത്തുല്യമായി വേറൊരു വാക്യമുണ്ട്. അത് എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വാക്യ. എബ്രായ ലേഖനം 10:26 അറിയാമായിരിക്കുമല്ലോ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു നോക്കിയേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അവിടെ മനഃപൂർവ്വം പാപം ചെയ്താൽ എന്നുള്ളത് KJVക്കകത്ത് നോക്കിയാൽ വിൽഫുള്ളി എന്നുള്ള പാദം കാണാം. For if we sin willfully after that we have received the knowledge of the truth. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വിൽഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശ്രദ്ധിച്ചേ, ഈ പോഡിയം തറ വീഴുമോ? സ്വാഭാവികമായും വീഴുമോ? ഇതങ്ങനെ വീഴത്തില്ല. പക്ഷേ എനിക്കിതിനെ തെള്ളിയിടണമെങ്കിൽ വിൽഫുള്ളിയേ പറ്റത്തുള്ളൂ. തീരുമാനിച്ച് ഉറയ്ക്കണം, എന്നാൽ മാത്രമേ എനിക്കിതിനെ തള്ളിയിടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാതൊന്നും ഇതിനെ തള്ളിയിടാൻ പറ്റത്തില്ല. ഇതുപോലെയാ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ, ഞാൻ പറഞ്ഞ സത്യമാണ്, കർത്താവിന് വേണ്ടുന്നത് പെർഫെക്റ്റ് ബ്രൈഡിനെയാണ്. ഹലോ, കർത്താവിന് വേണ്ടുന്നത് പെർഫെക്റ്റ് ബ്രൈഡ്. ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ വേർഡുണ്ടല്ലോ, പെർഫെക്റ്റ് ബ്രൈഡ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹാഗ്നോസ് ആണ്. ഹാഗ്നോസ് എന്ന് പറയുമ്പം പ്യുവർ എന്ന, പ്യുവർ. ചില പരിഭാഷകളൊക്കെ പ്യുവർ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ബ്രൈഡ്, പ്യുവർ ബ്രൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. എറണാകുളത്ത് പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് പോലും വേറൊരുവനെ ഹൃദയത്തിൽ വരിക്കാത്ത പ്യുവർ ബ്രൈഡ്. കർത്താവിന് വേണ്ടുന്ന നിർമ്മല കന്യകയാ. ഇവിടെ എടുക്കപ്പെടാൻ പോകുന്നത് പെന്തക്കോസി വരുന്നവരെ അല്ല, എക്സോഡസി വരുന്നവരെയും IPC വരുന്നവരെ അല്ല എടുക്കാൻ പോകുന്നത് പ്യുവർ ബ്രൈഡിനെയാണ്. അത് റെജി അങ്ങനാണെങ്കിൽ എന്നെ, നിങ്ങൾ ആരെങ്കിലും പ്യുവർ ബ്രൈഡ് ആണെങ്കിൽ നിങ്ങളെ, ഒരു പ്യുവർ ബ്രൈഡിനെയാണ് കർത്താവ് എടുക്കാൻ പോകുന്നത്. ഈ യോഹന്നാൻ 10 പറയുന്നുണ്ട്, സ്തോത്രം, വേറെ വഴിയായി വരുന്നവൻ കള്ളന് കവർച്ചക്കാരനോ, ഇടയൻ നേരെ കയറി വരത്തുള്ളൂ, മറ്റേ പുള്ളി വഴിയൊന്നും വേണ്ട, എതിരേലും ഒക്കെ ഇടിച്ചു കയറി വരും. ഹലോ, സ്തോത്രം. താഴേക്ക് വെള്ളം ഒഴുകുമ്പോ വെള്ളത്തിന് കയറാൻ പറ്റുന്ന ഇടത്തേക്കെല്ലാം വെള്ളം കയറുന്നത് പോലെ പിശാച് ഒരു സാധ്യതയുള്ള എല്ലായിടത്തും കയറും. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാൻ ഒരാൾ പർപ്പസിൽ തീരുമാനിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒരാൾ പർപ്പസിൽ തീരുമാനിക്കണം. അല്ലാതെ ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ പറ്റില്ല. തീരുമാനിച്ചില്ലെങ്കിലും മറ്റേ പുള്ളിക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്ന്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഈ നാണം കെട്ട് കിടക്കുന്ന നായ പോലെയാണ്. ഞങ്ങൾ പാഴ്സനേജിലാണ് താമസിക്കുന്നേ. ഈ അടുത്ത ദിവസം ഒരു പൂച്ച 4 മക്കളെയും കൊണ്ട് കയറി വന്നു. സോദരം, അവിടെ അന്ന് ഇങ്ങനെ തമ്പടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എത്ര ഓടിച്ചാലും പോകത്തില്ല, അടിച്ചാലും പോകത്തില്ല. വന്ന് അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിന്റെ ആ സൈഡിലല്ലേ ഇങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ അതിങ്ങനെ അലച്ച് വിളിച്ച് ഇങ്ങനെ പുറകെ വരും. എത്ര വഴക്ക് പറഞ്ഞാലും പോകത്തില്ല.
ഇതുപോലെയാണ് പിശാച്. നാണം കെട്ട് കിടക്കും. നമ്മൾ അവർക്കും അങ്ങ് തുപ്പിയ ഉടനെ പോകുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പിശാചിനെ ഓടിക്കുന്നതെല്ലാം ശാസിച്ച് ഭത്സിക്കുന്നു. വെപ്പ് വല്ല തെറിച്ചു പോത്തേ ഉള്ളൂ. ഇവനെങ്ങും പോകത്തില്ല. നാണം കെട്ട സാധനമാണ്. സ്വതന്ത്രം. ഞാൻ പറഞ്ഞത് അവസരം കിട്ടുന്നിടത്ത് അറ്റാക്ക് ചെയ്യാൻ നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ആ പിശാചിന്റെ ആ അറ്റാക്കിന്റെ രീതി പറയാം. ഈ എൻ്റെ ടോപ്പിക്കിൽ നിന്ന് അല്പം ചേഞ്ച് ചെയ്താൽ നമ്മൾ പോകുന്നത്. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതൊന്നും പറയാൻ വന്നല്ല കേട്ടോ. ഞാൻ ഈ വളരെ അപൂർവമായിട്ട് എൻ്റെ ഈ ടോപ്പിക്കിൽ നിന്ന് വിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ അനന്യാസും അപ്പുറത്ത് സബീറ അമ്മയും കൂടെ ഇരുന്ന് കുലുങ്ങി 4-ാം അധ്യായത്തില്. ഈ കുലുക്കമെല്ലാം കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിൽ ചെന്ന് അവർ വസ്തു വിറ്റു. കാശെല്ലാം കണ്ടപ്പോ ഇവരുടെ അകത്തൊരു വെപ്രാളം. അല്ലെങ്കിലും അങ്ങനെയാണ്, ഈ കാശ് കണ്ട ചിലർക്കൊരു വെപ്രാളമാണ്. സ്വതന്ത്രം. പ്രത്യേകിച്ച് ചില അമ്മമാർക്ക് ഈ ഷോപ്പിംഗ് മാളിലോട്ട് കാശും കൊണ്ട് കയറിയാൽ പിന്നെ അത് തീർത്തിട്ട് ഇറങ്ങി വരണമെന്നാണ് അവരുടെ ഒരു ചിന്ത. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല, പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ട്. സ്വതന്ത്രം. അപ്പൊ കാശ് കണ്ട ഒരു വെപ്രാള. ഇവർക്കും കാശ് കണ്ടപ്പോൾ ഒരു വെപ്രാളം ഉണ്ടായി. എന്തിനാ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് പാസ്റ്റർ കൊടുക്കുന്നത്? കുറച്ചെടുത്ത് ആരറിയാനാ? ചെറിയൊരു ചിന്ത. ആ ചിന്തയെ പിശാച് മുതലെടുത്തു. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ പ്രഥമ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്തേന്നൊരു ചോദ്യമുണ്ട്. 4-ാം അധ്യായത്തിൽ കുലുങ്ങി 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോ സ്തോത്രം, സാത്താൻ അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? അതാ ഞാൻ പറഞ്ഞു, എവിടെ ഒരു ലൂപ്പ് ഹോൾ കിട്ടുമോ അവിടെ ഈ പുള്ളി എൻ്റർ ആകും. ഗ്ലോറി ടു ഗാഡ്. എന്നോട് പണ്ടെങ്കിലും ഒരു ആമേൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ജയിച്ചേ പറ്റൂ, ജയിക്കണം. ആമേൻ. വേറെ നമ്മുടെ മുന്നിൽ ഓരോ ഓപ്ഷനും ഇല്ല. അവിടെ അല്പം ഇത്, ഇവിടെ അല്പം നടക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന ഭാഗം നിങ്ങൾ മറക്കരുത്. കർത്താവിന്റെ ഇടപാടെല്ലാം ജയിക്കുന്നവനുമായിട്ടാ. തോറ്റ ആരുമായിട്ടും കർത്താവിന് ഇടപാടില്ല. ഞാൻ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുന്നല്ല കേട്ടോ. ഞാൻ അതിന് തെളിവ് തരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കി. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആർക്ക് കൊടുക്കും? അപ്പൊ ദൈവത്തിന്റെ പരദീസയ്ക്കകത്ത് ആരുണ്ട്? ജയിക്കുന്നവനുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു ഓപ്പോസിറ്റ് മീനിങ് പറഞ്ഞു നോക്കിക്കേ. തോറ്റവൻ ദൈവത്തിന്റെ പരദീസയിൽ ഇല്ല. തോറ്റൂന്ന് പാസ്റ്റർ അറിഞ്ഞില്ല, തോറ്റൂന്ന് ബോർഡ് അറിഞ്ഞില്ല, തോറ്റൂന്ന് ഭാര്യ അറിഞ്ഞില്ല, തോറ്റൂന്ന് ഭർത്താവ് അറിഞ്ഞില്ല, തോറ്റൂന്ന് മക്കൾ അറിഞ്ഞില്ല, തോറ്റൂന്ന് ഫാമിലി അറിഞ്ഞില്ല. വേണ്ട, ദൈവം അറിയുന്നുണ്ട്. അടുത്ത ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആദ്യം പറയാനിരിക്കുന്ന വാക്കെന്താ നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എന്തോ പറയാൻ പോകുന്നത്? പക്ഷെ ദൈവത്തിന് അറിയാം. 139-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ അതാ വായിക്കുന്നത്. നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എൻ്റെ നാവിന്മേലില്ല. സ്തോത്രം. അത് ചില പരിഭാഷകളുടെ അകത്ത് ഞാൻ സംസാരിക്കുന്നതിന് മുൻപേ ഞാൻ എന്തു പറയുമെന്ന് നിനക്കറിയാമെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നതിന് മുൻപേ ഞാൻ എന്തു പറയുമെന്ന് നിനക്കറിയാം. ഹല്ലേലൂയ. താങ്ക് യു. നിങ്ങൾ ആ വാക്ക് നോക്കിക്കേ. ഞാൻ പറയുന്നതിന് മുൻപ് നിനക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. ആ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് മറക്കരുത്. എന്നോട് പോണ്ടോ? അപ്പൊ ജയിക്കുന്നവനാണ് പർദീസ, തോറ്റവനല്ല. എന്റെ പ്രിയരെ,
ഒരു റിലാക്സേഷന് വേണ്ടി അല്ല ചർച്ച്. അങ്ങനെ ആവരുത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ചർച്ച്, നോ, അതിനല്ല. ചർച്ച് എന്ന് പറയുന്ന സംവിധാനം നിത്യതയിൽ എത്താനുള്ള ദൈവത്തിന്റെ ഒരു ഇടവാ. ഹല്ലേലൂയ. ഈ യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, പ്രവചിക്കുന്നവർ വ്യാജം പ്രവചിക്കുന്നു, എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. പ്രവാചകന്മാരോട് ജനം പറയുക, നേരായത് ഞങ്ങളോട് പറയരുത്, മധുരമായി ഞങ്ങളോട് സംസാരിപ്പീൻ. ജനം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, നേരായത് പറയരുത്. അതിന്റെ ഒരു പ്രകടമായ തെളിവാ, സ്തോത്രം, മീഖയാവിന്റെ കന്നത്തടിച്ചത്. നേരായ കാര്യം, കർത്താവ് പറഞ്ഞ കാര്യം മീഖയാവ് പറഞ്ഞപ്പോ മീഖയാവിനെ അടിച്ചു. യിരെമ്യാവിനെ പശൂർ പുരോഹിതൻ അടിച്ചത് എന്തിനാ? നേരായ ദൂത് പറഞ്ഞതിന്. അപ്പൊ ഞാൻ പറയാം, നേരായ ദൂത് പറയുന്നവന് കല്ലേറും കന്നത്തടി ഉറപ്പാ. പക്ഷെ വ്യാജമായി പറയുന്നവനെ, കച്ചവടവൽക്കരിക്കുന്നവന്, സ്തോത്രം, അവന് പ്രചാരണം കൂടുതലാണ്, വേഗതയിൽ അവൻ സഞ്ചരിക്കും. എന്റെ ചോദ്യം, നമ്മൾ ഏതിലാണ് ആകൃഷ്ടരാകുന്നത്? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇടപാട് ആരുമായിട്ടാ? ജയിക്കുന്നവൻ. രാമേ പറഞ്ഞോട്ടെ. അപ്പൊ ജയിക്കുന്നവന് ജയിച്ചേ പറ്റൂ. ജയിക്കുന്നവൻ, ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. തോറ്റവന് പരദീസയുമായി ബന്ധമില്ല. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അത് മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം 2:11. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. കേൾക്കുന്നുണ്ടോ? ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. അതിന്റെ അർത്ഥം എന്നാ? തോറ്റവന് രണ്ടാം മരണത്താൽ ദോഷം വരും. തോറ്റത് സഭ അറിഞ്ഞിട്ടില്ല, പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം അറിയുന്നു. തോറ്റവന് രണ്ടാം മരണത്താൽ ദോഷം വരും, ജയിച്ചവന് വരത്തില്ല. എന്തോ ഈ രണ്ടാം മരണം? എന്താണ് രണ്ടാം മരണം? ഞാൻ പറയാം. തീപ്പൊയ്ക രണ്ടാം മരണം. ആരാ തീപ്പൊയ്ക പോകുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്റെ പ്രിയരെ, ഞാൻ നിർമ്മലതയിൽ നിന്ന് പ്രസംഗിക്കുക കേട്ടോ, ഹൃദയത്തിന്റെ ആ പൂർണ്ണതയിൽ നിന്ന് പ്രസംഗിക്കുക. വളരെ വളരെ ആത്മഭാരത്തോട് തന്നെയാ പറയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് അതോടെ ഞാൻ പറയാം. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നോക്കിയോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചേ. ജയിക്കുന്നവന്റെ പേര് ഞാൻ എന്ത് ചെയ്യത്തില്ല? മായ്ക്കത്തില്ല. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ, ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ ഡേറ്റാസ് പോകും. നമ്മൾ അറിയത്തു പോലുമില്ല. പക്ഷെ ഉറപ്പാണ്, ഹോസ്പിറ്റലിൽ അതിന്റെ വിവരങ്ങൾ മുനിസിപ്പൽ ഓഫീസിൽ കൈമാറ്റം ചെയ്തിരിക്കും. നമ്മൾ ഈ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലല്ല ചെല്ലുന്നേ, നമ്മൾ ലേക്ക് ഷോറിലേക്കല്ല ചെല്ലുന്നേ. കുഞ്ഞിവിടെ അല്ല ജനിച്ചത്, ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നാട്ടെ. ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ അല്ല, അത് മുനിസിപ്പാലിറ്റി ഓഫീസിലാ, ആ വിഭാഗത്തിൽ ചെല്ലണം ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇതുപോലെ ഒരാൾ ജനിക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് പോലെ, അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത് പോലെ, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുകയാ. ആ എഴുതുന്ന പുസ്തകത്തിന്റെ പേരാണ് ജീവപുസ്തകം. ജീവപുസ്തകം ഒരിക്കൽ എഴുതിയാൽ എന്നേക്കും എഴുതിയതല്ല.
അത് പറയുന്ന ഒരു ടീച്ചിങ് ഉണ്ട്. സെക്യൂരിറ്റി ഓഫ് ദി സാൽവേഷൻ ആണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടു, പിന്നെ എന്നാ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനല്ല ഈ പുസ്തകം പറയുന്നത്. ഒരിക്കൽ എഴുതിയാൽ എന്നേക്കും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ആമേൻ. ഒരിക്കൽ എഴുതിയാൽ ആ എഴുതിയ പേര് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടല്ലേ ഇവിടെ വായിക്കുന്നേ, അവന്റെ പേര്, ആരുടെ പേര്? ജയിക്കുന്നവന്റെ പേര് ഞാൻ എന്ത് ചെയ്യത്തില്ല, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നിങ്ങൾ ഇത് എങ്ങനെയും ഒക്കെ എഴുതി പിടിച്ചോണ്ട് പോണം കേട്ടോ. നിങ്ങൾ ഇത് മനസ്സിലാക്കുകയും 10 പേരോട് പറയുകയും ചെയ്യണം. വളരെ അത്യാവശ്യമാണ് ഇത്. എടാ, കുരുത്തക്കേട് കാണിച്ചിട്ട് ചർച്ചിനകത്ത് വന്നിരുന്ന് ഡപ്പാങ്കൂത്ത് കളിച്ചാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞേക്കണം. ജയിക്കുന്നവന്റെ പേര് ഞാൻ മായ്ക്കത്തില്ല. തോറ്റവന്റെ പേര് മായ്ക്കുമെന്ന് ഞാൻ പറയാം. തോറ്റവന്റെ പേര് കർത്താവ് മായ്ക്കും. രാമൻ പറ. രണ്ടാം മരണത്തിൽ പോകാതിരിക്കണമെങ്കിൽ ജീവപുസ്തകത്തിൽ പേര് കാണണം. കർത്താവ് പറയുന്നു തോറ്റവന്റെ പേര് ഞാൻ മായ്ക്കും. അപ്പൊ പേരില്ല. തോറ്റപ്പോ പേര് മായ്ച്ചു. എടപ്പുണ്ടോ? അപ്പൊ ജയിച്ചേ പറ്റൂ. ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് വേണ്ടുന്നത്. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത് പൂർണ്ണ ജയം ഹുപ്പർനിക്കാവോ. ജയം മാത്രമല്ല, ജയത്തിനപ്പുറമാ. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. സത്യത്തിൽ ഒരു വലിയ വിഷൻ കൈമാറ്റം ചെയ്യുക കേട്ടോ. ഒരു വിഷൻ കൈമാറ്റം ചെയ്യുക. ജയിച്ചേ പറ്റൂ. അപ്പൊ ജയിക്കുന്നവന്റെ പേര് ഞാൻ മായ്ക്കത്തില്ല. മായിച്ചാൽ നരകത്തിൽ പോകും. അതല്ലേ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും പുസ്തകത്തിൽ പേരില്ലെന്ന്. തോറ്റവന്റെ പേര് പുസ്തകത്തിന് ഇല്ല. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് 2 ടൈപ്പ് ലൈഫ് ഉണ്ട്. ഒന്ന് രഹസ്യ ജീവിതം, 2 പരസ്യ ജീവിതം. ജയം രഹസ്യ ജീവിതത്തിലും വേണം, ജയം പരസ്യ ജീവിതത്തിലും വേണം. വിഷമായോ? സത്യം പറയുന്നത് പ്രിയരെ, ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ജയിക്കുന്നവന്റെ പേര് മായ്ക്കത്തില്ല. ജയിച്ചേ പറ്റൂ. നിങ്ങളെ വെളിപ്പാട് 2:17 നോക്കിയേ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിച്ചേ പറ്റും. മറഞ്ഞിരിക്കുന്ന മന്ന വേണം, ജയിക്കണം. 2:26 നോക്കിയേ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിച്ചേ പറ്റൂ. 3:12 നോക്കിയേ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിച്ചേ പറ്റൂ. 21 വാക്യം നോക്കിയേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പൊ തോറ്റവന് വരയില്ല. തോറ്റവന് സിംഹാസനത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല. തോറ്റവൻ തീപ്പൊയ്കയിലായിരിക്കും. ജയിച്ചേ പറ്റൂ. ജയം ആവശ്യമല്ല, ജയകരമായ ക്രിസ്തീയ ജീവിതം അത്യാവശ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 21-7 വാക്യത്തിൽ ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് പറയുന്നു. ദൈവം പിതാവായി നാം അവന്റെ പുത്രന്മാരായി മാറണമെങ്കിൽ ജയിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ ഈ ഒരു സത്യത്തിന്റെ ബോധത്തിൽ വേണം പോകാൻ.
ജയിച്ചേ പറ്റൂ. അവിടെ ചോദ്യം, പാസ്റ്റർ എന്തിലാണ് ജയിക്കേണ്ടത്? ജയിക്കണം 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 എന്ന് ആവർത്തിച്ച് പറയല്ലേ. എന്തിലാണ് ജയിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. പറ്റുമെങ്കിൽ നമുക്ക് വൈകിട്ട് അത് ചിന്തിക്കാം. ജയിച്ചേ പറ്റൂ. അപ്പോ ജയിക്കണം. പൗലോസ് പറയാ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയിക്കുമെന്നല്ല പറയുന്നത്, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വ്യക്തിപരമായി തീരുമാനിച്ചുറച്ചിരിക്കുക, ഞാൻ ജയിക്കും എന്നല്ല, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്തോത്രം. എവിടെയോ ഏതോ ഒരിടത്തല്ല, അങ്ങനെ അങ്ങ് ജയിക്കുകയാ. പൂർണ്ണ ജയം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. പൂർണ്ണ ജയം. ഇന്ന് പകലിൽ നിങ്ങൾ ഇത്രയും സമയം മെനക്കെട്ട് ഇവിടെ ഇരുന്നത്, നിങ്ങളിങ്ങനെ ജയിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അത് പ്രയോജനമാകുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം.